ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കിങ്ഡം മൊണിറയെക്കുറിച്ച് പഠിച്ചു. കിങ്ഡം മൊണിറയിൽ വരുന്നത് സിംഗിൾ സെൽഡ് പ്രൊക്യാരിയോട്സ് ആണ്. സിംഗിൾ സെൽഡ് പ്രൊക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് എന്താണ്, വെൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ സെൽ ഓർഗനൽസ് കാണപ്പെടുന്നില്ല. എന്നാൽ യൂക്കാരിയോട്സിൻ്റെ പ്രത്യേകത എന്താണ്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും ഉണ്ട്, അതുപോലെ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസും കാണപ്പെടുന്നു. അതാണ് യൂക്കാരിയോട്സിൻ്റെ പ്രത്യേകത. അപ്പോൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ് ഈ പ്രോട്ടിസ്റ്റ എന്ന ഗ്രൂപ്പിൽ വരുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ്. അതായത് ഇവയ്ക്ക് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും കാണപ്പെടുന്നുണ്ട്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ 5 ഡിഫറെൻ്റ് കാറ്റഗറീസ് ഉണ്ട്. അതായത് 5ആയിട്ട് ഈ പ്രോട്ടിസ്റ്റയിലെ ഓരോ ഗ്രൂപ്പിനെയും 5 ഗ്രൂപ്പായിട്ടാണ് ഈ പ്രോട്ടിസ്റ്റയെ തിരിച്ചിരിക്കുന്നത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ക്രൈസോഫൈറ്റ്സ്. സെക്കൻഡ് വൺ ഡൈനോഫ്ലാജെല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, അടുത്തത് സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇങ്ങനെ 5 ഗ്രൂപ്പാണ് ഈ പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡത്തിൽ ഉള്ളത്. നമുക്ക് അവ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് പഠിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ക്രൈസോഫൈറ്റ്സ്. ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡയാറ്റംസും അതുപോലെ ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗയുടെ മറ്റൊരു പേരാണ് ഡെസ്മിഡ്സ്. ഡയാറ്റംസും ഡെസ്മിഡ്സുമാണ് ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. ഇത് കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിലും അതുപോലെ മറൈൻ എൻവയോൺമെൻറ്റിലും ഈ ക്രൈസോഫൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്. മാത്രവുമല്ല ഇവ മൈക്രോസ്കോപ്പിക്കും മുതൽ അതുപോലെ പ്ലാങ്ക്ടൺസ് ടൈപ്പും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. മൈക്രോസ്കോപ്പിക്കും ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ പ്ലാങ്ക്ടൺസ്. അതായത് പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറണ്ടിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് ഈ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസും ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്, അതുപോലെ പ്ലാങ്ക്ടൺസ് ആയിട്ടുള്ള ടൈപ്പും ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇനി ഇതിലുള്ള മിക്ക ഓർഗാനിസംസും ഫോട്ടോസിന്തറ്റിക് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. ഇൻ ഡയാറ്റംസിൽ അതിൻ്റെ സെൽ വാള് രൂപപ്പെട്ടിരിക്കുന്നത് ഒരു 2 തിൻ ഷെൽസ് അതൊന്നിനു മീതെ ഒന്ന് പോലെ ഓവർലാപ്പ് ചെയ്താണ് ഈ ഡയാറ്റംസിൻ്റെ ഷെല്ലുകൾ കാണപ്പെട്ടിരിക്കുന്നത്. ഇതൊരു സോപ്പ് പെട്ടി പോലെയാണ് കാണപ്പെടുന്നത്. ഒരു സോപ്പ് പെട്ടിയുടെ മേലെ അതിൻ്റെ മൂടി കമത്തി വെച്ചിരിക്കുന്നില്ലേ എന്ന പോലെയാണ് ഇതിൽ ഈ 2 തിൻ ഷെല്ലുകളാണ് ഇതിന് ഉള്ളത്. മാത്രവുമല്ല ഈ തിൻ ഷെല്ലിൽ എംബഡി ചെയ്തുകൊണ്ട് സിലിക്കയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഷെല്ലുകളിൽ സിലിക്ക എംബഡി ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഉറപ്പാണുള്ളത്. ഇതിനെ എളുപ്പത്തിൽ ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഡയാറ്റംസിനെ എളുപ്പത്തിൽ ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഡയാറ്റംസ് ജീവിക്കുന്ന അതിൻ്റെ ഹാബിറ്റാറ്റിൽ ഇതിൻ്റെ ഷെല്ലുകൾ ഒത്തിരി കാണപ്പെടാറുണ്ട്. ഈ ഷെല്ലുകൾ കാലക്രമേണ അവിടെ കിടന്ന് അത് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് അത്രയും ഭാഗത്തെ സോയിലിനെ അറിയപ്പെടുന്ന പേരാണ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്നറിയപ്പെടുന്നു. ആ സോയിലിനെ അറിയപ്പെടുന്ന പേരാണ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്നറിയപ്പെടുന്നത്. ഈ ഡയറ്റോമേഷ്യസ് എർത്താണ് പോളിഷിങ്ങിന്, അതുപോലെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, ഇതിൻ്റെയൊക്കെ ഫിൽട്രേഷനും ഉപയോഗിക്കുന്നത് ഈ ഡയറ്റോമേഷ്യസ് എർത്താണ്. മാത്രവുമല്ല ഈ ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഓഷ്യനിലെ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഈ ഡയാറ്റംസിനെയാണ്. അപ്പോൾ ഓഷ്യനിലെ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നതാണ് ഡയാറ്റംസ്. അതാണ് ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. അടുത്തതാണ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം, 2 ഫ്ലജല്ല ഉള്ളത്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. ഈ ഡൈനോഫ്ലാജെല്ലേറ്റ്സിൽ വരുന്ന ഓർഗാനിസംസ് മറൈനാണ്. അത് മോസ്റ്റ്ലി മറൈനാണ്, അതുപോലെ തന്നെ അത് ഫോട്ടോസിന്തറ്റിക്കുമാണ്. ഇത് പല കളറിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ്. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് വെച്ചാൽ
ഇതിൻ്റെ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുകളിൽ കാണപ്പെടുന്ന പിഗ്മെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അതിൻ്റെ കളറ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ് ഏത് കളറാണോ ആ പിഗ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയുടെ കളർ പറയുന്നത്. അങ്ങനെ ഡിഫറൻറ്റ് കളറിൽ ഈ ഡൈനോഫ്ലാജെല്ലേറ്റ്സ് കാണപ്പെടുന്നു. മാത്രവുമല്ല ഇതിൻ്റെ സെൽ വോളിൽ സ്റ്റിഫായിട്ടുള്ള സെല്ലുലോസ് പ്ലേറ്റ് കാണപ്പെടുന്നു. സെല്ലുലോസ് കൊണ്ടുള്ള പ്ലേറ്റ്സ് ഇതിൻ്റെ സെൽ വോളിൻ്റെ ഔട്ടർ സർഫസിൽ കാണപ്പെടുന്നു. ഇനി ഇവയ്ക്കൊക്കെ 2 ഫ്ലജല്ല കാണപ്പെടുന്നു. ഇവയ്ക്ക് ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. 2 ഫ്ലജല്ല കാണപ്പെടുന്നുണ്ട്. ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും ഒരെണ്ണം ട്രാൻസ്വേഴ്സ് ആയിട്ടുമാണ് കാണപ്പെടുന്നത്. ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും അതുപോലെ ഒരെണ്ണം ട്രാൻസ്വേഴ്സ് ആയിട്ടുമാണ് കാണപ്പെടുന്നത്. ഇനി റെഡ് ഡൈനോഫ്ലാജല്ലേറ്റ്സിന് ഒരു എക്സാമ്പിളാണ് ഗോണിയോലക്സ്. ഗോണിയോലക്സ് എന്ന് പറഞ്ഞാൽ റെഡ് ഡൈനോഫ്ലാജല്ലേറ്റ്സിന് ഒരു എക്സാമ്പിളാണ്. ഇതാണ് വെരി ഓഫൻ ആയിട്ട് ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇത് ഈ ഡൈനോഫ്ലാജല്ലേറ്റ്സ് അല്ലെങ്കിൽ ഈ റെഡ് ഡൈനോഫ്ലാജല്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷനാണ് കാണപ്പെടുന്നത്. ഇതിന് റാപ്പിഡ് വേഗത്തിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുമൂലം ഇത് കാണപ്പെടുന്ന അത്രയും ഒരു സീയുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് കാണും? റെഡ് കളറിൽ കാണപ്പെടും. ഈ റെഡ് കളറിൽ കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന പേരാണ് റെഡ് ടൈഡ്സ് എന്നറിയപ്പെടുന്നു. മാത്രവുമല്ല ഇവ ഒരു ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് മൂലം ധാരാളം മറൈൻ ആനിമൽസിൻ്റെ മരണത്തിന് കാരണമാകുന്നു. അതായത് ഫിഷസ് പോലെയുള്ള മറൈൻ ആനിമൽസിൻ്റെ മരണത്തിന് ഈ ടോക്സിൻസ് കാരണമാകുന്നുണ്ട്. അടുത്തതാണ് യുഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ യുഗ്ലിനോയിഡ്സിൽ മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ. അപ്പോൾ ഇതിൽ മെജോറിറ്റി ഓർഗാനിസംസും ഫ്രഷ് വാട്ടറാണ്. ഇത് കാണപ്പെടുന്നത് സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ്. ഫ്രഷ് വാട്ടറാണ്. അതുപോലെ ഇത് സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. ഇതിന് ഇതിന് സെൽ വോളില്ല. സെൽ വോളിന് പകരമായിട്ട് ഇതിനുള്ളത് ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ് ഈ യുഗ്ലിനോയിഡ്സിന് കാണപ്പെടുന്നത്. പ്രോട്ടീൻ റിച്ച് ലെയറാണ് അതിൻ്റെ ഔട്ടർ സർഫസിൽ കാണപ്പെടുന്നത്. ഈ പ്രോട്ടീൻ റിച്ച് ലെയറിനെ പറയുന്ന പേരാണ് പെല്ലിക്കിൾ എന്നാണ് ഈ പ്രോട്ടീൻ റിച്ച് ലെയറിനെ പറയുന്നത്. ഇത് കൊണ്ടാണ് ഈ യുഗ്ലിനോയിഡ്സിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ റിച്ച് ലെയറാണ് ഇതിൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആകാനായിട്ട് സഹായിക്കുന്നത്. ഇനി ഈ യുഗ്ലിനോയിഡ്സിനും 2 ഫ്ലജല്ലയാണുള്ളത്. ഒരെണ്ണം ഷോർട്ടും ഒരെണ്ണം ലോങ്ങും. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ടുള്ള 2 ഫ്ലജല്ലകളാണ് ഈ യുഗ്ലിനോയിഡ്സിന് കാണപ്പെടുന്നത്. ഇവ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവ ഫോട്ടോസിന്തറ്റിക്കും. എന്നാൽ സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ, സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ, വെൻ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ലൈക്ക് ഹെട്രോട്രോപ്സ് നമുക്കറിയാം എന്താണ്? ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ സ്മാളർ ഓർഗാനിസംസ്. ഇനി ഈ യുഗ്ലിനോയിഡ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സിന് പോലെയാണ്. അപ്പോൾ ഈ യുഗ്ലിനോയിഡ്സിൽ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നു. ഇത് ഹയർ പ്ലാന്റ്സിലെ പിഗ്മെൻറ്റ്സുമായിട്ട് സിമിലറാണ്. അപ്പോൾ ഹയർ പ്ലാന്റ്സിലെ പിഗ്മെൻറ്റ്സിനോട് സാമ്യമുള്ള തരത്തിലുള്ള പിഗ്മെൻറ്റ്സാണ് ഈ യുഗ്ലിനോയിഡ്സിലും കാണപ്പെടുന്നത്. യുഗ്ലിനോയിഡ്സിന് ഒരു എക്സാമ്പിളാണ് യുഗ്ലിന. അടുത്തതാണ് സ്ലൈം മോൾഡ്സ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. അപ്പോൾ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഒരു പ്രോട്ടിസ്റ്റയാണ് സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി മൂവ്സ് എലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. അപ്പോൾ ഇത് ഈ ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്വിഗ്സിൻ്റെയും ലീവ്സിൻ്റെയും മുകളിലൂടെയാണ് ഇതിൻ്റെ ബോഡി മൂവ് ചെയ്യുകയും അതിലൂടെ ഇതിൻ്റെ ആവശ്യമായി ഓർഗാനിക് മെറ്റീരിയൽസ് ഇത് എൻഗൾഫ് ചെയ്യുകയാണ്, ഉള്ളിലേക്ക് ഇതിൻ്റെ എൻഗൾഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ ദേ ഫോം ആൻ അഗ്രിഗേഷൻസ്. ഈ സ്യൂട്ടബിൾ കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും ഇതിലൊരു അഗ്രിഗേഷൻസ് ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയമാണ് വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. ഒരുപാട് അടി മൂവ് ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കുന്നത് ഈ പ്ലാസ്മോഡിയം വെച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്.
ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് ഫ്രൂട്ടിംഗ് ബോഡീസായിട്ട് മാറുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ടിപ്പിൽ അത് സ്പോർസ് ഉണ്ടാകുന്നു. ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ടിപ്പിലായിട്ട് സ്പോർസ് ഉണ്ടാവുകയും ഈ സ്പോർസിൻ്റെ വാളെന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള വാളാണത്. ഈ സ്പോർസിൻ്റെ വാളെന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള വാളാണ്. മാത്രമല്ല ഇതിന് എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷനിൽ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് ഈ സ്പോർസിന്. അപ്പോൾ ഇതിൻ്റെ വാള് നല്ല ട്രൂ വോൾസ് ആയതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. ഇനി അതുപോലെ ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻ, അതായത് ഇതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും ഈ സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറണ്ട്. സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോൾ ഈ സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്യുന്നു. അടുത്താണ് പ്രോട്ടോസോവൻസ്. ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ്. ഈ നമ്മൾ പറഞ്ഞു പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്ന ഹെറ്ററോട്രോപ്സ് ആണ് പ്രോട്ടോസോവൻസ്. ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ലീവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. ഇവ ഒന്നേ പ്രിഡേറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പാരസൈറ്റ്സോ ആയിട്ടാണ് ഇവ ജീവിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ബിലീവ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസിൻ്റെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ആയിട്ട് കരുതപ്പെടുന്നതാണ് ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇനി ഇതിനെ തന്നെ 4 മേജർ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോസോവൻസിനെ 4 മേജർ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. നെക്സ്റ്റ് വൺ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, ദെൻ സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, ലാസ്റ്റ് വൺ സ്പോറോസോവൻസ്. അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. These organisms live in fresh water, sea water or moist soil. ഈ അമീബോയിഡ് പ്രോട്ടോസോവൻസ് ഫ്രഷ് വാട്ടറിലും അതുപോലെ സീ വാട്ടറിലും മോയിസ്റ്റ് സോയിലും കാണപ്പെടുന്നുണ്ട്. ഇനി ഇവ ആഹാരം അല്ലെ ഇരയെ പിടിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് സ്യൂഡോപോഡിയ എന്ന് പറയാൻ നമുക്കറിയാം ഫാൾസ് ഫീറ്റ്. അമീബയിൽ കാണുന്നത് പോലെയുള്ള ഒരു ഫോൾസ് ഫീറ്റ് വെച്ചാണ് ഇവ ഇര പിടിക്കുന്നത്. അതായത് സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ കപടപാദം അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ്. ഈ മറൈൻ ഫോംസ്, ഈ പ്രോട്ടോസോവൻസിൽ വരുന്ന മറൈൻ ഫോംസിൽ സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫസ്, അതിൻ്റെ സർഫസിൽ സിലിക്ക ഷെല്ല് കാണപ്പെടുന്നു. ഇനി ഇതിന് ഒരു എക്സാമ്പിളാണ് പാരസൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടോസോവൻസിന് എക്സാമ്പിളാണ് എൻഡമീബ എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക് പ്രോട്ടോസോവൻസിൽ വരുന്നതാണ്. അടുത്തതാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. The members of this group are either free living or parasitic. ഒന്നെങ്കിൽ ഇത് ഫ്രീ ലിവിങ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് പാരസൈറ്റിക് ആയിരിക്കും. അതുമാത്രമല്ല ദേ ഹാവ് ഫ്ലജല്ല, ഇതിന് ഫ്ലജല്ലയുണ്ട്. ദ പാരസൈറ്റിക് ഫോംസ് കോസ് ഡിസീസസ് സച്ച് ആസ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ പാരസൈറ്റിക് ഫോംസ് ആണ്. പാരസൈറ്റിക് ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ് ഈ സ്ലീപ്പിംഗ് സിക്നസ് എന്ന ഡിസീസിന് കാരണം. പിന്നെ എക്സാമ്പിളാണ് ട്രിപ്പാനോസോമ. അടുത്തതാണ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ഈ സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആർ അക്വാട്ടിക് ആണ്. അതുമാത്രവുമല്ല ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ തൗസൻഡ്സ് ഓഫ് സിലിയാസ് ആർ പ്രസൻറ്റ്. അപ്പം ഈ സിലിയേറ്റഡ് പ്രോട്ടോസോവൻസിൽ ധാരാളം അതിൻ്റെ ബോഡിക്ക് ചുറ്റും ധാരാളം സിലിയകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആർ അക്വാട്ടിക് ആണ്, ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിലിയ. ദേ ഹാവ് എ ക്യാവിറ്റി. ഇവയ്ക്കൊരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി പറയുന്ന പേരാണ് ഗള്ളറ്റ്. ഈ ഗള്ളറ്റ് ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. ഈ ഗള്ളറ്റ് സെൽ സർഫസിലൂടെ പുറത്തേക്ക് തുറന്നിരിക്കുന്നു. ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സിലിയ. ഈ സിലിയയുടെ കോർഡിനേഷൻ മൂലമുള്ള ഇതിൻ്റെ സിലിയയുടെ മൂവ്മെൻറ്റ്സ് മൂലം ദ വാട്ടർ ലാഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റിയർഡ് ഇൻ ടു ദ ഗള്ളറ്റ്. ഈ സിലിയ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് മൂലം, എല്ലാ സിലിയയും ഒന്നിച്ചിങ്ങനെ മൂവ് ചെയ്യുന്നത് മൂലം ഈ ഒഴുക്കിലൂടെ വരുന്ന ഫുഡുകൾ ഈ നേരെ സ്റ്റിയർ ചെയ്ത് കറങ്ങി നേരെ ഇതിൻ്റെ ഗള്ളറ്റിലേക്ക് വായിലോട്ട് ഈ ഗള്ളറ്റ് എന്ന് പറയുന്ന ഈ ഓപ്പണിങ്ങിലൂടെ അകത്തേക്ക് കയറുന്നു.
അങ്ങനെയാണിത് ഇതിൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള മാർഗ്ഗമെന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് പാരമീസിയം. പാരമീസിയത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാം ഈ ഗള്ളറ്റ്. അടുത്തതാണ് സ്പോറോസോവൻസ്. ഈ സ്പോറോസോവൻസിൽ വരുന്നത് ഡൈവേഴ്സ് ഓർഗാനിസംസ് ആണ്. ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ദാറ്റ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോസ് ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. ഈ സ്പോറോസോവൻസിൽ വരുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോർ പ്രൊഡ്യൂസിങ് സ്റ്റേജ് ഉണ്ട്. ഇത് മാത്രവുമല്ല, ഇത് മോസ്റ്റ് നൊട്ടോറിയസ് ഈസ് പ്ലാസ്മോഡിയം. അതിനൊരു എക്സാമ്പിളാണ് മോസ്റ്റ് നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്പോറോസോവൻസ് ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലേറിയ പാരസൈറ്റാണ് പ്ലാസ്മോഡിയം. ഇത് ഉണ്ടാക്കുന്ന അസുഖമാണ് മലേറിയ. A disease which has a staggering effect on human population. ഈ മലേറിയ ഉണ്ടാകുന്നത് ഹ്യൂമൻ പോപ്പുലേഷനിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മലേറിയ. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രോട്ടിസ്റ്റ എന്ന ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.